ഹേ ഗൈസ്, അപ്പോൾ എല്ലാ മറ്റവർക്കും പ്രോ മാസ്റ്റർ ഗെയിം പ്ലേയുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബേസ് സിമുലേറ്റർ സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് കാരണം എന്ന് പറയട്ടെ. ഇന്ന് നമ്മുടെ സയൻറ്റിസ്റ്റ് നമ്മളിന്ന് വിളിച്ചായിരുന്നു, എന്നെ ഈ ഫോണിൽ വിളിച്ചായിരുന്നു സയൻറ്റിസ്റ്റ്. എന്നെ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്നായിരുന്നു, എനിക്കൊരു പവർ തരും, അതൊരു നല്ലൊരു അടിപൊളി പവറാണെന്നാണ് എനിക്ക് തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. നമ്മുടെ പുത്തൻ വണ്ടിയാണിത്, ഫോർച്യൂണർ നല്ല വണ്ടിയില്ല ഗൈസ്. നമ്മുടെ പുതിയ വണ്ടിയുമായിട്ട് നമുക്കൊന്ന് നേരെ പോകാം ഗൈസ് അവിടം വരെ. കാരണം നമുക്കൊരു സൂപ്പർ പവറൊക്കെ അല്ലേ, കാരണം നമുക്ക് ചുമ്മാ യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ആവശ്യത്തിനൊക്കെ നല്ല രീതിയിൽ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യണം. ഇപ്പോൾ പറഞ്ഞിട്ട് സമയമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു 50 സബ്സ്ക്രൈബറൊക്കെ ആക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ലൈവൊക്കെ തുടങ്ങാൻ പറ്റും. 50 സബ്സ്ക്രൈബർ ആക്കുവാണെങ്കിൽ നമുക്ക് ലൈവൊക്കെ തുടങ്ങാനൊക്കെ പറ്റും ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് 50 സബ്സ്ക്രൈബർ ആക്കുകയാണ്. എൻ്റെ ദൈവമേ, വണ്ടി പൊട്ടിയേനെ. അപ്പോൾ നമ്മൾ സയൻറ്റിസ്റ്റെന്നും പറഞ്ഞിരിക്കുന്നത് റെയിൽവേ പാളത്തിൻ്റെ കൂടെ നിൽക്കാനാണ് പറഞ്ഞത്. റെയിൽവേ പാളം കണ്ടുപിടിക്കണം, ഇത്ര വലിയ സിറ്റിയല്ലേ, റെയിൽവേ പാളം ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ചുമ്മാ ഒന്ന് റെയിൽവേ പാളം പോയി കണ്ടുപിടിച്ചിട്ട് ഓടി വരാമേ. അപ്പോൾ കഴിച്ച് നമ്മുടെ വണ്ടിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം വണ്ടിയുടെ ഇടിച്ച് വേണം, വണ്ടി ഫോർച്യൂണർ പോയി. അപ്പോൾ നമ്മുടെ ഷിമ്മിയുടെ കടയിൽ നിന്നൊരു നല്ലൊരു റോൾസ് റോയ്സിൻ്റെ വണ്ടി അങ്ങ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റിന് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇതാണ് കേട്ടോ, ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ സയൻറ്റിസ്റ്റിന് അവിടെ നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടാണ് ഒരു വെള്ളയൊക്കെ ഉടപ്പെട്ടാണ് സാധാരണ നിൽക്കാറ്. ഓക്കെ ഗൈസ്, നമ്മുടെ സൈഡിൽ നടന്നു പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് വണ്ടി ഒന്ന് തിരിക്കാം. വലിയ വണ്ടിയെല്ലാം കൂട്ടി പുതിയ വണ്ടിയാണ് ഇടിപ്പിക്കോ എക്സ്ക്യൂസ് പിടിച്ച് നമുക്ക് വണ്ടി നേരിട്ട് നമ്മുടെ സയൻറ്റിസ്റ്റിനോട് ചോദിച്ചു നോക്കാം. എടാ ഫ്രാങ്ക്ലിനെ, എന്നോട് സുഖമാണ്? ആ സയൻറ്റിസ്റ്റിനെ സുഖം തന്നെ. എന്നാ നിങ്ങൾ വിളിപ്പിച്ചേ? എടാ ഫ്രാങ്ക്ലിന് എന്നാന്ന് വെച്ചാൽ നിനക്കറിയാലേ, ഞാൻ വിളിച്ചു പറഞ്ഞു. എന്താ സൂപ്പർ പവർ? എടാ സൂപ്പർ പവർ എന്ന് വെച്ചാൽ ഇച്ചിരി കാര്യമായിട്ടുള്ള സൂപ്പർ പവർ ആണ്, പക്ഷെ അത് ആവശ്യത്തിന് ഉപയോഗിക്കും. നിങ്ങൾ കാര്യം പറ. അതൊരു സൂപ്പർമാൻ്റെ നല്ലൊരു പവറാണ്. സൂപ്പർമാൻ്റെയോ? ഓ, എനിക്ക് ഇഷ്ടമുള്ള പവർ. അപ്പോൾ അതിൽ നീ ഇഷ്ടമുള്ളതെന്നും പറഞ്ഞ് നീ കുർത്തക്കാണ് കാണിക്കാൻ നിൽക്കില്ല, അതിനകത്ത് ലേസറൊക്കെ ഉള്ളത് വെറുതെ ആൾക്കാരുടെ ദേഹത്തോട്ട് മുട്ടിക്കില്ല. ഞാൻ ആ മഞ്ഞ എടുത്തോണ്ട് നിന്റെ വീട്ടിലോട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ സയൻറ്റിസ്റ്റാണോ പറഞ്ഞിരിക്കുന്നത്, മരുന്നെടുത്തുകൊണ്ട് വീട്ടിലോട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും പവർ എടുത്തിട്ട് നമുക്ക് എന്തായാലും കാണാം ഗൈസ്. അപ്പോൾ പവർ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സയൻറ്റിസ്റ്റിന് നമുക്ക് ആ മരുന്ന് കൊണ്ട് തന്നിട്ടുണ്ട്. സയൻറ്റിസ്റ്റിന് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കൊണ്ട് നിൽക്കണമെന്ന് തോന്നുന്നു. വെളിയിലോട്ട് പോകുന്നത് കണ്ട്. നമുക്കെന്തായാലും പ്രശ്നമൊന്നുമില്ല. നമുക്കെന്തായാലും ആ പവർ ഒന്ന് എടുത്തിട്ട് കാണാം ഗൈസ്. സൂപ്പർമാൻ്റെ പവർ ഒന്ന് എടുത്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ സൂപ്പർമാൻ്റെ പവർ കിട്ടിയിട്ടുണ്ട്. എന്നാണ് സൂപ്പർ സാധനം ഗൈസ്. നമുക്ക് പറക്കാനൊക്കെ പറ്റിയ ഒരു സ്പീഡിൻ്റെ ഓപ്ഷൻ ആണ്. സ്പീഡ് കുറവാണ്. ഓക്കെ, ലേസറൊക്കെ ഉണ്ട്. സ്പീഡ് അങ്ങനെ ലേസർ എൻ്റെ മോനെ സ്പീഡ് എന്ന് വെച്ച് നോക്കട്ടെ. സ്പീഡ് എൻ്റെ മോനെ ലേസർ ഇട്ടവനെ വണ്ടി പൊട്ടിക്കാം. സയൻറ്റിസ്റ്റ് എന്നും പറഞ്ഞിരിക്കുന്ന ലേസർ ഒരുപാട് ഒപ്പിക്കില്ലെന്നില്ല. അയ്യോ ദേണ്ട സയൻറ്റിസ്റ്റ്, അയ്യോ സോറി ഞാൻ അറിയാൻ ലേസർ ഉപയോഗിച്ച് പോയി. എടാ നീ എന്നാ പോലാണ് ഫ്രാങ്ക്ലിനെ കാണിക്കുന്നത്? നീ ഇങ്ങനെ ലേസർ അത്യാവശ്യം ഉപയോഗിക്കില്ലേ? കാരണം നമ്മുടെ ഈ നാട്ടിലെ ഗോഡ്സിലേക്ക് വരുവാണെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടി തന്നതാണ് ഞാൻ ഈ എന്നാ ശക്തി എന്ന് പറയുന്നത്, സൂപ്പർമാൻ്റെ ശക്തി എന്ന് പറയുകയാണെങ്കിൽ നീ പാവപ്പെട്ട ആൾക്കാരുടെ നേരത്തോട്ട് അടിച്ചു കളയില്ല. കാരണം ദോഷമാണ്, കാരണം അങ്ങനെ അടിക്കില്ല. അതങ്ങനെ അടിച്ചാൽ അതിൻ്റെ പവർ തന്നെ പോകും. മോശമുള്ളപ്പോൾ നിന്നെ വരെ അടിക്കാൻ വല്ല വരുവാണെങ്കിൽ നീ അടിച്ചാൽ മതി കേട്ടോ. ഓക്കെ സോറി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻഡ് ചെയ്യാറായി. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ 50 സബ്സ്ക്രൈബർ ആയിട്ട് വേണം നമുക്ക് ലൈവ് ചെയ്യാനൊക്കെ.
അപ്പോൾ പ്രൊമോഷൻ്റെ വക ഗുഡ് ബൈ.